എൻ്റെ പേര് ജെയ്മി വിനീഷ്. ഞാൻ ഓണംകുളത്തു നിന്നാണ് വരുന്നത്. പെരുമ്പാവൂരിന് അടുത്തുള്ള സ്ഥലമാണ്. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് 2022 ഫെബ്രുവരി മാസത്തിലാണ്. ഞാൻ ഉടമ്പടി എടുത്തത് എൻ്റെ OET എക്സാമിന് വേണ്ടിയിട്ടായിരുന്നു. ഇപ്പോൾ ഞാനിവിടെ നിൽക്കുന്നത് എൻ്റെ അമ്മയ്ക്ക് കിട്ടിയ ഒരു രോഗസൗഖ്യത്തെപ്പറ്റി പറയാനും എൻ്റെ എക്സാമിൻ്റെ കാര്യം പറയാനും വേണ്ടിയാണ്. എൻ്റെ അമ്മ 9 വർഷമായിട്ടൊരു ഡയബറ്റിക് പേഷ്യൻ്റാണ്. അതുകൂടാതെ അമ്മയ്ക്ക് BP ഉണ്ട്. അപ്പോൾ ഷുഗർ കൂടിയത് കൊണ്ട് അമ്മയ്ക്ക് ക്രിയാറ്റിനും കൂടുതലായിരുന്നു. ഞങ്ങൾ ഡോക്ടറെ റെഗുലറായിട്ട് കൺസൾട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോഴെല്ലാം ഡോക്ടർ ഡയാലിസിസിൻ്റെ കാര്യം പറയുന്നുണ്ടായിരുന്നെങ്കിലും അമ്മയ്ക്ക് പേടിയായതുകൊണ്ട് ഡയാലിസിസ് പോസ്റ്റ്പോൺ ചെയ്ത് വെച്ചു. ഒരു ദിവസം അമ്മയ്ക്ക് പെട്ടെന്ന് പ്രഷർ കൂടി. കാരണം അമ്മ 2 ദിവസമായിട്ട് ഭക്ഷണം കഴിക്കുന്നില്ല, വിശപ്പില്ലാതിരുന്നു. അപ്പോൾ പ്രഷർ കൂടി. ഞാൻ അവിടെ ഒരു മരണാവശ്യത്തിന് ചെന്നപ്പോൾ അമ്മയ്ക്ക് തീരെ വയ്യ. അപ്പോൾ ഞാൻ അമ്മയോട് ചോദിച്ചു എന്താണെന്ന് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു 2 ദിവസമായി ഭക്ഷണം കഴിച്ചിട്ട്. അപ്പോൾ BP നോക്കിയപ്പോൾ BP ഒത്തിരി കൂടുതലാണ്. ഞാനങ്ങനെ എൻ്റെ വീട്ടിലോട്ട് കൊണ്ടുവന്നു. അവിടെ വന്ന് നോക്കിയപ്പോഴും അമ്മയ്ക്ക് BP കൂടുതലാണ്. അമ്മ പറഞ്ഞു ചെറുതായിട്ട് എനിക്കൊരു ചെസ്റ്റ് പെയിൻ വരുന്നുണ്ട് ലെഫ്റ്റ് സൈഡിൽ, എനിക്കെന്തോ ബുദ്ധിമുട്ട് പോലെ തോന്നുന്നു, നമുക്ക് ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറഞ്ഞു. ഞങ്ങളങ്ങനെ ഹോസ്പിറ്റലിൽ പോയി എമർജൻസിയിൽ ചെന്നു. അമ്മേനെ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഹോസ്പിറ്റലിൽ അവിടെ ചെന്ന് അവർ ECG എടുത്തു. ECG എടുത്തപ്പോൾ ചെറിയൊരു വേരിയേഷൻ അതിനകത്ത് കണ്ടു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു പേടിക്കാനൊന്നും ഇല്ല, ചെറിയൊരു വേരിയേഷനേ ഉള്ളൂ, അത് മെഡിസിനും കൊണ്ട് തീരാവുന്നതേ ഉള്ളൂ, വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല. അതുകൂടാതെ അമ്മയ്ക്ക് BP കൂടിയത് കൊണ്ട് അതിൻ്റെ ഇഞ്ചക്ഷൻ എടുക്കാനായിട്ട് 2 ദിവസം അഡ്മിറ്റ് ആക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ അവിടെ അഡ്മിറ്റായി. 2ാമത്തെ ദിവസം ഇഞ്ചക്ഷൻ പോയിക്കൊണ്ടിരുന്നു. അന്ന് വന്നിട്ട് ഡോക്ടർ പറഞ്ഞു പിറ്റേ ദിവസം അമ്മയ്ക്ക് ഡിസ്ചാർജ് തരാം എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ മെഡിസിൻ നമ്മൾ ഫാർമസി പോയി മേടിച്ച് കൊടുക്കണം. അപ്പോൾ ഞാനങ്ങനെ വൈകിട്ടത്തെ ഇഞ്ചക്ഷൻ മേടിക്കാനായിട്ട് ഫാർമസി പോയി. തിരിച്ചു വരുമ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ അമ്മയുടെ അടുത്ത്. അപ്പോൾ അമ്മ റൂമിൽ ഒറ്റയ്ക്കാണ്. ഞാൻ പോയ സമയത്ത് ഞാൻ തിരിച്ചു വരുമ്പോൾ അമ്മ എന്നെ വിളിക്കുന്നതായിട്ട് ഞാൻ കേൾക്കിട്ടു. ഞാൻ ഓടിച്ചെന്ന് നോക്കിയപ്പോൾ അമ്മ പറഞ്ഞു എനിക്ക് തല കറങ്ങുവാണ്. അപ്പോൾ ഞാൻ പെട്ടെന്ന് സിസ്റ്ററെ വിളിച്ചു. അവർ ഓടി വന്ന് നോക്കിയപ്പോൾ പൾസും BPയും ഒത്തിരി ലോ ആയിപ്പോയി. അവിടുത്തെ ഡ്യൂട്ടി ഡോക്ടർ വന്നു. ഡോക്ടർ പറഞ്ഞു പെട്ടെന്ന് തന്നെ ICUലോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ അമ്മയെ ICUലോട്ട് ഷിഫ്റ്റ് ചെയ്തു. അത് കഴിഞ്ഞ് ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഡോക്ടർ വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു അമ്മ വെൻറ്റിലേറ്ററിലാക്കുകയാണ്, നിങ്ങൾ ആർക്കെങ്കിലും അറിയിക്കാനുണ്ടെങ്കിൽ അറിയിച്ചോളൂ, അമ്മേനെ വെൻറ്റിലേറ്ററിലേക്ക് മാറ്റുകയാണ്, അമ്മ റെസ്പോണ്ട് ചെയ്യുന്നില്ല, അമ്മയുടെ പൾസും BPയും പിന്നെ ലോ ആയിക്കൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞു. ഞാൻ ഓക്കെ പറഞ്ഞു, വേറെ ആരും ഇല്ല അവിടെ. ഞാൻ പെട്ടെന്ന് എൻ്റെ അഭിഷനെ വിളിച്ചു, ഹോസ്പിറ്റലിലേക്ക് വരാൻ പറഞ്ഞു. ഒരു 20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഡോക്ടർ വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു അമ്മ വെൻറ്റിലേറ്ററിലാക്കിയെങ്കിലും അമ്മയ്ക്ക് റെസ്പോൺസ് ഒന്നുമില്ല, അമ്മ മരിച്ചു, നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയിക്കാനുണ്ടെങ്കിൽ അറിയിച്ചോളൂ, വേറെ ഒന്നും ചെയ്യാനില്ല, നിങ്ങൾക്ക് ഇനി ആരെങ്കിലും വരാനുണ്ടെങ്കിൽ 24 മണിക്കൂർ നേരത്തേക്ക് വെൻറ്റിലേറ്ററിൽ അമ്മേനെ കിടത്താം, അല്ല ഇപ്പോൾ ഊരണം എന്നുണ്ടെങ്കിൽ ഊരാന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഡോക്ടറെയൊക്കെ വല്ല ദൈവമുണ്ടല്ലോ. ഞാൻ കാശ് രൂപം കൈ പിടിച്ച് ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഞാൻ ഡോക്ടറോട് പറഞ്ഞു 24 മണിക്കൂർ വെൻറ്റിലേറ്ററിലാക്കണം, വെൻറ്റിലേറ്ററിൽ മാറ്റണ്ടെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഡോക്ടർ എന്നോട് പറഞ്ഞു വേണമെങ്കിൽ അകത്ത് കയറി കണ്ടോളൂ എന്ന് പറഞ്ഞു. ഞാനങ്ങനെ ICUവിൽ കയറി കണ്ടപ്പോൾ അവിടുത്തെ സിസ്റ്ററിനോട് ഞാൻ പറഞ്ഞു എൻ്റെ കയ്യിൽ കാശ് രൂപം ഉണ്ട്, ഒരു കൊന്തയിലായിരുന്നു എൻ്റെ കാശ് രൂപം ഉണ്ടായിരുന്നത്. ഞാൻ സിസ്റ്ററിനോട് പറഞ്ഞു സിസ്റ്റർ ഈ കാശ് രൂപം ഒന്ന് എൻ്റെ അമ്മയുടെ കയ്യിൽ വെച്ച് കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. ഞാൻ പുറത്തേക്ക് ഇറങ്ങി. ആ ഹോസ്പിറ്റലിൻ്റെ അകത്ത് തന്നെ ഒരു ചാപ്പലുണ്ടായിരുന്നു. ഞാൻ ആ ചാപ്പലിൽ പോയിരുന്ന് പ്രാർത്ഥിച്ചു. അപ്പോഴത്തേക്കും എൻ്റെ കസിൻസൊക്കെ വന്നിരുന്നു. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു ഞാനിങ്ങനെ പോവുകയാണ്, ഞാൻ പോയിട്ട് പെട്ടെന്ന് വരാമെന്ന് പറഞ്ഞു പോയി. ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ തിരിച്ചു വന്നു. ഒരു 20 മിനിറ്റ് കഴിഞ്ഞാണ് ഡോക്ടർ വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു എന്തോ മിറാക്കിൾ സംഭവിച്ചിട്ടുണ്ട്, അമ്മയുടെ പൾസും BPയും കൂടുന്നുണ്ട്, നമുക്ക് വേണമെങ്കിൽ ഒരു ഡയാലിസിസ് ചെയ്ത് നോക്കാം, എന്നാലും ഒരു 2% അമ്മയ്ക്ക് കിട്ടാൻ ചാൻസ് ഉള്ളൂ അമ്മേനെ, നിങ്ങൾ ഹോപ്പൊന്നും വയ്ക്കേണ്ട. അപ്പം ഞാൻ പറഞ്ഞു ഡോക്ടർ 2% ഉണ്ടല്ലോ, ഡയാലിസിസ് ചെയ്തോളാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് ഡോക്ടർ പെട്ടെന്ന് തന്നെ ഡയാലിസിസ് ചെയ്ത് കഴിഞ്ഞ് ഒരു 20 മിനിറ്റ് കഴിയുമ്പോൾ ഡോക്ടർ വീണ്ടും വന്നിട്ട് പറഞ്ഞു എന്തോ മിറാക്കിൾ ഇതിൽ സംഭവിച്ചിട്ടുണ്ട്, എന്താണെന്ന് അറിയില്ല, അമ്മ നോർമലായി, ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അമ്മയുടെ പൾസും BPയും എല്ലാം ഓക്കെ ആയി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു എന്തായാലും വെൻറ്റിലേറ്ററിലാക്കി, അപ്പോൾ നാളെ രാവിലെ വെൻറ്റിലേറ്ററിൽ മാറ്റാമെന്ന് പറഞ്ഞു. അങ്ങനെ അമ്മ വെൻറ്റിലേറ്ററിൽ മാറ്റി. അത് കഴിഞ്ഞ് ഈവനിങ് ആയപ്പോഴത്തേക്കും ഡോക്ടർ പറഞ്ഞു പിറ്റേ ദിവസം റൂമിലോട്ട് ഷിഫ്റ്റ് ചെയ്യാം. അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അമ്മയ്ക്ക് പെട്ടെന്ന് എവിടെ നിന്നോ ബ്ലീഡിങ്, അമ്മയുടെ HB തീരെ ലോ ആയി പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ HB കുറഞ്ഞു പോവുകയാണ്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു എന്തോ ഇൻഡസ്ട്രിയൽ ബ്ലീഡിങ് വന്നിട്ടുണ്ട്, എന്താ സംഭവിക്കുന്നതെന്ന് അറിയില്ല, ഇവിടെ ഗ്യാസ്ട്രോ ഇല്ല, അപ്പോൾ നിങ്ങൾ വേറെ ഹോസ്പിറ്റലിലോട്ട് ഷിഫ്റ്റ് ചെയ്തോളാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടെ അടുത്ത് വേറൊരു ഹോസ്പിറ്റലിലോട്ട് പോയി. അവിടെ ചെന്ന് എമർജൻസിയിലാണ് ചെന്നത്. അത് ICU ആംബുലൻസിലാണ് അമ്മേനെ കൊണ്ടുപോയത്. അവിടെ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഗ്യാസ്ട്രോ ഡോക്ടർ വന്നിട്ട് പറഞ്ഞു അമ്മേനെ ഒന്നും ചെയ്യാൻ പറ്റില്ല, ക്രിയാറ്റിനും കൂടുതലാണ്, CT ചെയ്യാണ്ട് ഇതിൻ്റെ റിസൾട്ട് എന്താണെന്ന് അറിയാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും നെഫ്രോനെ കൺസൾട്ട് ചെയ്തു. അപ്പോൾ നെഫ്രോ പറഞ്ഞു കുഴപ്പമില്ല. നെഫ്രോയുടെ ജൂനിയർ ഡോക്ടർ വന്ന് കണ്ടിട്ട് പറഞ്ഞു കുഴപ്പമില്ല, ഞങ്ങളുടെ അടുത്ത് നിന്ന് അപ്രൂവൽ തരാം, കാരണം ഡയാലിസിസ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു, ക്രിയാറ്റിൻ കൂടുതലാണെങ്കിലും കുഴപ്പമില്ല, അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഡയാലിസിസ് ചെയ്തു, CT ചെയ്തു. അതിൻ്റെ ബ്ലീഡിങ് അൾസറാണെന്ന് മനസ്സിലായി ഇൻഡസ്ട്രിയിൽ. അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞു.
ഇപ്പോൾ അമ്മ ഓക്കെയാണ്. ഇപ്പോൾ അമ്മ വീക്ക്ലി ടോയ്സ് ഡയാലിസിസ് ചെയ്യുന്നുണ്ട്. എൻ്റെ അമ്മയാണ് നിൽക്കുന്നത്. അമ്മയ്ക്ക് ചെറിയൊരു വീക്ക്നെസ് ഉണ്ടെന്നേ ഉള്ളൂ. പക്ഷേ അമ്മ നടക്കും, അത്യാവശ്യം കാര്യങ്ങളെല്ലാം ചെയ്യും. മരിച്ചു എന്ന് പറഞ്ഞ് ഡോക്ടർ വിധി എഴുതിയ എൻ്റെ അമ്മയാണ്. അത് കഴിഞ്ഞൊരു 6-7 മാസം കഴിഞ്ഞ് ഞാൻ എൻ്റെ ഒരു ആവശ്യത്തിന് ഞാൻ ഹോസ്പിറ്റലിൽ ചെന്നു. ആ ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ എൻ്റെ അടുത്ത് ആദ്യം എന്നോട് ചോദിച്ചത് അമ്മയ്ക്ക് എങ്ങനെയുണ്ടെന്നാണ്. ഞാൻ പറഞ്ഞു അമ്മ ഓക്കെയാണ് ഡോക്ടർ, 2 പ്രാവശ്യം ഡയാലിസിസ് ചെയ്യുന്നുണ്ട്, വീക്കിലി വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇപ്പോഴും എനിക്കതൊരു അത്ഭുതമാണ്, ഒരു 6-7 മാസം കഴിഞ്ഞ് കാണും. എന്നിട്ടും ഡോക്ടറിനോട് പറഞ്ഞു ഇപ്പോഴും അതൊരു മിറാക്കിളായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു അമ്മയുടെ കരുണ കൊണ്ട് എനിക്ക് എൻ്റെ അമ്മയെ തിരിച്ച് കിട്ടിയതാണെന്ന് പറഞ്ഞു. എൻ്റെ അമ്മയെ എനിക്ക് തിരിച്ചു തന്ന ദേവമാതാവിന് 1000 നന്ദി. കൂടാതെ അടുത്തത് എനിക്ക് പറയാനുള്ളത് എൻ്റെ എക്സാമിൻ്റെ കാര്യമാണ്. ഞാൻ OET 4 പ്രാവശ്യം എഴുതിയ ഒരാളാണ്. എന്നിട്ടും എനിക്ക് സ്പീക്കിംഗ് ക്ലിയർ ആവുന്നുണ്ടായിരുന്നു. എനിക്ക് സ്പീക്കിംഗ് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ സ്പീക്ക് ചെയ്യാൻ തുടങ്ങുമ്പോഴത്തേക്കും ഞാൻ ഭയങ്കരമായിട്ട് നെർവസ് ആവും. അപ്പോൾ എനിക്ക് ഒന്നും പറയാൻ കിട്ടില്ല. എനിക്ക് എല്ലാം അറിയാമെങ്കിലും ഒന്നും പറയാൻ കിട്ടില്ലായിരുന്നു. അങ്ങനെ ഞാൻ അവസാനം എഴുതിയിട്ടും എൻ്റെ സ്പീക്കിംഗ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ട് ഞാൻ 1 പ്രാവശ്യം എഴുതിയ എക്സാം, എന്നിട്ടും എനിക്ക് സ്പീക്കിംഗ് ക്ലിയർ ആയില്ല. അപ്പോൾ എൻ്റെ ഉള്ളിലിരുന്ന് ആരോ പറയുന്നത് സ്പീക്കിംഗ് മാത്രമായിട്ട് എഴുതി ന്യൂസിലാൻഡിൽ പോകാനായിട്ട് അങ്ങനെ ചെയ്യാമല്ലോ എന്ന് പറഞ്ഞ് ഞാൻ സ്പീക്കിംഗ് മാത്രമായിട്ട് എഴുതി. അപ്പോൾ ഇവിടെ എഴുതുന്നതിന് മുന്നേ ഞാൻ ഉടമ്പടി പുതുക്കി ജോസഫ് അച്ഛൻ്റെ അടുത്ത് ബ്ലെസ്സിങ് മേടിച്ചിട്ടാണ് പോയത്. അവിടെ ചെന്നു എക്സാം ഹാളിന് ഫ്രണ്ടിൽ ഞാൻ ഇരുന്നു. ഫ്രണ്ടിലിരുന്നപ്പോൾ അവിടെ ഡോറയിൽ OET എഴുതിയിട്ടുള്ളവർക്ക് അറിയാം, അവിടെ കുറേ ഇൻസ്ട്രക്ഷൻസ് എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ ഡോറയിലേക്ക് നോക്കിയപ്പോൾ ഞാൻ ആദ്യം കണ്ടത് അമ്മയുടെ രൂപമായിരുന്നു. കൃപാസന മാതാവിൻ്റെ രൂപമാണ് ഞാൻ അവിടെ കണ്ടത്. അങ്ങനെ ഞാൻ സ്പീക്കിംഗ് അറ്റൻഡ് ചെയ്തു. പക്ഷെ ഞാൻ ആദ്യത്തെ പ്രാവശ്യം OET എഴുതിയപ്പോൾ ഇതിലും കോൺഫിഡൻ്റ് ആയിട്ട് ഞാൻ സ്പീക്കിംഗ് ചെയ്തതാണ്. അന്ന് എനിക്ക് ക്ലിയർ ആയില്ല. അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മ എനിക്കൊന്നും അറിയില്ല, ഞാനൊന്നും പറഞ്ഞിട്ടുമില്ല, അമ്മയ്ക്ക് അറിയാം ഞാൻ എന്താ പറഞ്ഞതെന്ന്, എനിക്ക് എക്സാം ക്ലിയർ ആക്കി തരണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ റിസൾട്ട് വന്നപ്പോൾ എൻ്റെ എക്സാം ക്ലിയറായി, ഞാൻ സ്പീക്കിംഗ് പാസ്സായി. അത് കഴിഞ്ഞ് ഞാൻ ന്യൂസിലാൻഡിൻ്റെ പ്രോസസ്സിംഗ് എല്ലാം സ്റ്റാർട്ട് ചെയ്ത് വലിയ കുഴപ്പമില്ലാതെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ ദുബായിൽ 4 വർഷം ജോലി ചെയ്ത ഒരാളാണ്. അപ്പോൾ ന്യൂസിലാൻഡ് പ്രോസസ്സിംഗ് ചെയ്യാനായിട്ട് അവിടുത്തെ ക്ലിയറൻസ് വേണം. അങ്ങനെ കൊറോണ വന്ന കാരണം നമുക്ക് അവിടെ പോയി ഡയറക്റ്റ് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എല്ലാം ഓൺലൈൻ ചെയ്ത് 10 ദിവസത്തിനുള്ളിൽ അവരുടെ ക്ലിയറൻസ് കിട്ടേണ്ടതാണ്. അവർ ക്ലിയറൻസ് വരുമ്പോൾ അവർക്ക് ഡയറക്റ്റ് ന്യൂസിലാൻഡ് എംബസിയിലോട്ടും പോവും, എനിക്കും വരും. എനിക്ക് മെയിൽ കിട്ടി. പക്ഷേ ന്യൂസിലാൻഡിന് അവരെ വിളിച്ച് ഏജൻസിയെന്ന് ചോദിച്ചപ്പോൾ അവർ പറയുന്നു അവർക്കത് കാണാൻ പറ്റുന്നില്ല എന്ന്. ഞാൻ 15 ദിവസം കഴിഞ്ഞു, 20 ദിവസം കഴിഞ്ഞു വീണ്ടും ഞാൻ ഏജൻസിയിൽ കോൺടാക്റ്റ് ചെയ്തു. അപ്പോൾ അവർ പറഞ്ഞു ചിലർക്ക് ഇങ്ങനെ വരാറുണ്ട്, അപ്പോൾ അതുകൊണ്ട് വീണ്ടും അപ്ലൈ ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞു. അപ്പോൾ ഹസ്ബൻഡ് ദുബായിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഹസ്ബൻഡോട് പറയുമ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു ഇനി നമ്മൾ അതിന് വേണ്ടി പൈസ മുടക്കണമല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യുക, ഒരു ദിവസം DHL ഓഫീസിലൊന്ന് പോയി നോക്ക് എന്ന് പറഞ്ഞു. അങ്ങനെ ഹസ്ബൻഡ് അവിടെ പോയി. ഹസ്ബൻഡ് അവിടെ പോകുന്ന സമയത്ത് ഞാൻ ജോസഫ് അച്ഛൻ്റെ ധ്യാനം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അച്ഛൻ പറഞ്ഞത് ചിലരുടെ നിയോഗങ്ങൾ സാധിച്ചു കിട്ടുന്നത് ആമ നടക്കുന്ന വേഗത്തിലാണ്. പക്ഷെ അച്ഛൻ പറയുന്നുണ്ട് ഒരാൾ ആമയെ എടുത്തുകൊണ്ട് നടന്നാൽ എങ്ങനെ ഇരിക്കും, അതേപോലെ ചിലരുടെ നിയോഗങ്ങൾ സാധിക്കുമെന്ന് പറഞ്ഞു. ആ ഒരു സാക്ഷിയാണ് എനിക്കിവിടെ പറയാനുള്ളത്. ഞാനിത് സാക്ഷ്യം കേട്ടുകൊണ്ടിരുന്നപ്പോൾ ഹസ്ബൻഡ് അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞു ഇത് ഡയറക്റ്റ് ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല, നിങ്ങൾ ഫോൺ വിളിച്ച് സംസാരിക്കൂ, നിങ്ങൾ ഫോൺ നമ്പർ തന്നിട്ട് പോകും, ഞങ്ങൾ സമയമുള്ളപ്പോൾ വിളിച്ചോളാം എന്ന് പറഞ്ഞു. ഹസ്ബൻഡ് അവിടുന്ന് DHL ഓഫീസിൽ നിന്ന് തിരിച്ചു പോന്നു. പോരുന്ന വഴിക്ക് ഹസ്ബൻഡിനെ അവർ വിളിച്ചപ്പോൾ ഹസ്ബൻഡിനോട് കാര്യം ചോദിച്ചു, ഇങ്ങനെ കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. അപ്പോൾ തന്നെ അവരത് വീണ്ടും അയച്ചു. അപ്പോൾ ഏജൻസിയിൽ നിന്ന് എൻ്റെ ഈ ധ്യാനം കൂടി കഴിഞ്ഞ് ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ എനിക്ക് മെസ്സേജ് വന്നു, അവിടെ ന്യൂസിലാൻഡിൽ അവർക്കത് കിട്ടിയെന്ന് പറഞ്ഞ് തന്നു. അങ്ങനെ പ്രോസസ്സിങ് എല്ലാം മുന്നോട്ട് പോവുകയായിരുന്നു. ഇപ്പോൾ എൻ്റെ വിസ വന്നു. അത് ഞാനിത് 2 ആയിട്ടാണ് OET എഴുതിയത്. അപ്പോൾ ഈ വിസയുടെ പ്രോസസ്സിങ്ങിന് വച്ചപ്പോൾ അവരെൻ്റെ അടുത്ത് പറഞ്ഞു മിക്കവാറും ഇത് വിസ കിട്ടാൻ ചാൻസ് ഇല്ല, കാരണം നിങ്ങളുടെ ആദ്യം എഴുതിയ OET എക്സ്പയർ ആയിപ്പോയി. അപ്പോൾ അവിടെ എല്ലാ കോളേജുകളും ഒരേ ഒരു കോളേജിൽ മാത്രമാണ് ഈ 3 വർഷത്തെ OET അക്സെപ്റ്റ് ചെയ്യുള്ളൂ, അവിടെ അഡ്മിഷൻ കിട്ടാൻ ഒരു ചാൻസും ഇല്ല, അവിടെ ഓൾറെഡി എല്ലാം ഫുള്ളാണ്, ഇനി ജനുവരി ബാച്ചിലേക്ക് കിട്ടുമെന്നും അറിയില്ല, ഒത്തിരി വെയിറ്റിംഗ് ഇതേപോലെ തന്നെ ഉണ്ട്, അതുകൊണ്ട് കിട്ടാൻ ഒരു ചാൻസും ഇല്ല, നിങ്ങൾ ഒരു പ്രാവശ്യം കൂടെ OET എഴുതുന്നതായിരിക്കും നല്ലത് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു ഇനി അമ്മയ്ക്ക് ഇഷ്ടമല്ലായിരിക്കും, ഞാൻ ന്യൂസിലാൻഡിൽ പോകുന്നതല്ലായിരിക്കും അമ്മയുടെ തീരുമാനം, എന്നാൽ ഒന്നുകൂടി OET എഴുതാമെന്ന് വിചാരിച്ച് ഞാൻ അങ്ങനെ ഒരു ജോയിൻ ചെയ്തു കോഴ്സിന്. അങ്ങനെ ജോയിൻ ചെയ്ത് ഒരാഴ്ച കഴിഞ്ഞ് ഞാൻ വീണ്ടും അമ്മയോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, അമ്മയുടെ താല്പര്യമാണ് ഇതെങ്കിൽ എനിക്കിത് അഡ്മിഷൻ കിട്ടണം, ഞാൻ ഈ OET വീണ്ടും എഴുതാതെ എനിക്ക് അഡ്മിഷൻ കിട്ടണം, ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ച് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അവരെനിക്ക് മെസ്സേജ് അയച്ചു, ഇങ്ങനെ ജാനുവരിയിലേക്ക് ഒരു കോളേജിലേക്ക് അഡ്മിഷൻ ഓക്കെ ആയിട്ടുണ്ട് എന്ന് പറഞ്ഞു. എന്നാലും അവർക്ക് വിസയുടെ കാര്യത്തിൽ അവർ പറഞ്ഞു വിസ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, കിട്ടാൻ ഉറപ്പൊന്നും ഇല്ല. അപ്പോഴും ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു, അമ്മ എൻ്റെ കൂടെ വരണം,
എൻ്റെ പ്രോസസ്സിങ് അമ്മയായിട്ട് തുടങ്ങി വെച്ചതാണ്. ഞാൻ ന്യൂസിലാൻഡിൽ പോകുന്നുണ്ടെങ്കിൽ എനിക്ക് വിസ കിട്ടണം. അങ്ങനെ പറഞ്ഞു. ഈ ഡിസംബർ മാസം ആദ്യത്തെ ആഴ്ചയിൽ എനിക്ക് വിസ വന്നു. ഞാൻ നാളെ കഴിഞ്ഞ് ന്യൂസിലാൻഡിൽ പോവുകയാണ്. എൻ്റെ ജീവിതത്തിൽ ചെറുതും വലുതുമായിട്ട് ചെയ്ത എല്ലാ അത്ഭുതങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കും 1000 നന്ദി. വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്. അത് നിങ്ങൾ നേടിയെടുത്തതല്ല, ദൈവത്തിൻ്റെ ദാനമാണ്. ജെയ്മി വിനീഷ് എന്ന ഈ സഹോദരി അമ്മയോടൊപ്പം ചേർന്ന് പരിശുദ്ധ കൃപാസന മാതാവിൻ്റെ തിരുനടയിൽ 2 ഗൗരവമുള്ള ജീവിതാനുഭവങ്ങൾക്ക് അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞ് സാക്ഷ്യപ്പെടുത്തുന്നു. ആദ്യത്തത് അമ്മയ്ക്ക് വന്ന രോഗാവസ്ഥ അത് വളരെ കൂടുതലാവുകയും മരണത്തോട് മല്ലടിച്ച് വെന്റിലേറ്ററിലാവുകയും ചെയ്ത അവസരങ്ങൾ. ആ നിമിഷങ്ങളിൽ ഉടമ്പടി കാശുരൂപം കയ്യിൽ കൊടുക്കുകയും ഉടമ്പടി തൈലം പൂശി പ്രാർത്ഥിക്കുകയും ഡോക്ടർമാർ പോലും ഏതാണ്ട് ഉപേക്ഷിച്ചുവെന്ന രീതിയിൽ ആ രോഗാവസ്ഥയെ കാണുന്ന സമയങ്ങളിൽ പരിശുദ്ധ അമ്മയുടെ തിരുനടയിൽ മാത്രം ജീവിതത്തെ കൊടുത്തുകൊണ്ട് അമ്മ മാതാവിന് അസാധ്യ കാര്യങ്ങൾ സാധിച്ചു തരുവാനുള്ള കൃപയുള്ളതുകൊണ്ട് പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയായി അമ്മയെ മാറ്റണമേ എന്ന പ്രാർത്ഥനയോടുകൂടി നിരന്തരം പരിശുദ്ധ കൃപാസന മാതാവിൻ്റെ തിരുനടയിൽ ഈ മകൾ അമ്മയെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചതിനെയാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. ഇന്നത് 3ാമത്തെ വ്യക്തിയാണ് ഈ ദിവസം തന്നെ പറയുക. ഏതാണ്ട് മരണത്തിൻ്റെ വക്കിൽ നിന്നും തിരികെ ലഭിച്ച ജീവിതത്തിൻ്റെ അനുഗ്രഹത്തെക്കുറിച്ച് ഓരോരുത്തരും പറയുന്നുണ്ട്. ഡോക്ടർമാർ കൈയൊടിഞ്ഞു, ഡോക്ടർമാർക്കൊന്നും ചെയ്യുവാനില്ലെന്ന് പറഞ്ഞു, മരുന്നൊന്നും പ്രതികരിക്കുന്നില്ലെന്ന് പറഞ്ഞു, എല്ലാ ഇൻ്റർണൽ ഓർഗൻസും ഡൗൺ ആയിക്കൊണ്ടിരിക്കുന്നെന്ന് പറയുന്നു. അങ്ങനെ നെഗറ്റീവ്സ് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്ന നിമിഷങ്ങളിൽ അമ്മ മാതാവിലുള്ള വിശ്വാസവും ആശ്രയത്വവും മാത്രം, ആ നേർച്ച വസ്തുക്കളുള്ള നല്ല ആഴപ്പെട്ട വിശ്വാസം മാത്രമാണ് ഓരോ രോഗിയെയും, ഗൗരവമുള്ള രോഗികളുടെ സൗഖ്യത്തിനു വേണ്ടി ഉടമ്പടി എടുത്തവർക്ക് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുവാനും പരിശുദ്ധമ്മയുടെ ഉടമ്പടി കാശുരൂപം കരങ്ങളിൽ ഏൽപ്പിച്ചും ആ കിടക്കയിൽ വെച്ചുകൊണ്ടും അമ്മ സഞ്ചാരി മാതാവ്, സമയത്തിൻ്റെ അധികാരമുള്ള അമ്മ, ഈ ലൈഫ് സ്പാൻ നീട്ടിത്തരുന്നതിന് വേണ്ടി, ആരോഗ്യം തിരികെ തരുന്നതിന് വേണ്ടി വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുവാൻ ഓരോരുത്തരെയും സഹായിച്ചതെന്ന് അത് തന്നെയാണ് ഈ കുടുംബവും സാക്ഷ്യപ്പെടുത്തുക. എല്ലാം അവസാനിക്കുന്നുവെന്ന് കരുതി ഇടത്തു നിന്ന് പരിശുദ്ധമ്മ മാതാവ് തിരികെ ജീവൻ ആരോഗ്യത്തോടെ നൽകിക്കൊണ്ട് മുന്നോട്ട് പോകുവാനുള്ള സാഹചര്യം ഈ അമ്മയ്ക്ക് ഒരുക്കി കൊടുത്തതിന് നന്ദിയോടുകൂടി സ്മരിച്ച് സാക്ഷ്യപ്പെടുത്തുന്നു. 2ാമത്തത് സഹോദരിയുടെ OET എക്സാമാണ്. 4 തവണ എഴുതിയിട്ടും സ്പീക്കിംഗ് പരാജയപ്പെട്ടത് മൂലം ന്യൂസിലൻഡിൽ പോകുവാനുള്ള പരിശ്രമങ്ങളൊക്കെ പരാജയപ്പെട്ട് മുന്നോട്ട് പോകുവാനാവാതെ കുഴങ്ങുമ്പോൾ അമ്മ മാതാവ് തന്നെയാണ് ഡിറക്ഷൻ കൊടുക്കുന്നത്. ഉടമ്പടി ജീവിതത്തിൻ്റെ പ്രത്യേകതയാണ് നമുക്ക് ചില നേരങ്ങളിൽ ചില സന്ദേശങ്ങൾ കിട്ടുക, ആരെങ്കിലും നമുക്ക് ചില സംസാരം പറയുക, അല്ലെങ്കിൽ നമുക്ക് തന്നെ ചില നിർദ്ദേശങ്ങൾ ഇങ്ങനെ നമ്മളോട് പറയുന്നതായി നമുക്ക് അനുഭവപ്പെടുക. അവയോട് നമ്മൾ എങ്ങനെയാണോ പ്രതികരിക്കുന്നത്, അവയെ മനസ്സിലാക്കുന്നത്, അവയെ വിവേചിച്ചറിഞ്ഞുകൊണ്ട് തീരുമാനമെടുക്കുന്നത്, അതാണ് ഉടമ്പടി ജീവിതത്തിൻ്റെ അനുഗ്രഹമായി എപ്പോഴും മാറുക. മോളോട് പറയുന്നുണ്ട് സ്പീക്കിംഗ് മാത്രമായി എഴുതുകയെന്ന. അങ്ങനെ അവൾ സ്പീക്കിംഗ് മാത്രമായി എഴുതുന്നു, അത് വിജയിക്കുന്നു. പിന്നീട് ന്യൂസിലൻഡ് പ്രോസസ്സിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോഴും പ്രതിസന്ധികൾ വന്ന് കയറുന്നുണ്ട്. 2 തരത്തിൽ. ഒന്ന്, അയച്ച ഡോക്യുമെൻറ്റ്സ് ഒന്നും അവർക്ക് കാണുവാൻ പറ്റുന്നില്ല. 2, ആദ്യം എഴുതിയ OETയുടെ ടൈം എക്സ്പയർ ചെയ്യാവുന്നു. അതുകൊണ്ട് പ്രവേശനം കിട്ടുമോ എന്നും പോകുവാൻ സാധിക്കുമോ എന്നും വീണ്ടും പണച്ചെലവേറുമോ എന്നും ഏറെ വിഷമിക്കുന്ന നാളുകൾ. അന്നും ആശ്രയമായിട്ട് പരിശുദ്ധമ്മ മാതാവിൻ്റെ തിരുനടയിലുള്ള പ്രാർത്ഥനയും പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും നേർച്ച വസ്തുക്കളുടെ ഉപയോഗവും മാത്രമെന്ന് ആവർത്തിച്ച സഹോദരി സാക്ഷ്യപ്പെടുത്തുകയാണ്. പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കുകയും അച്ഛൻ്റെ ഉടമ്പടി ധ്യാനത്തിൽ പങ്കുചേർന്ന് ആ ഓൺലൈനിൽ പങ്കുചേരുന്ന നിമിഷങ്ങളിൽ ഈ നിയോഗത്തെ പ്രത്യേകമായി സമർപ്പിക്കുമ്പോൾ എംബസി വരെ ചെല്ലുന്ന ഭർത്താവിനെ അവർ തിരികെ അയച്ചുവെങ്കിലും ആ ഫോൺ നമ്പർ വാങ്ങിയത് ഭർത്താവ് തിരികെ വാസസ്ഥലത്ത് എത്തുന്നതിന് മുമ്പ് തന്നെ വിളിച്ച് കാര്യം അന്വേഷിച്ച് അച്ഛൻ്റെ 1.5 മണിക്കൂറുള്ള ധ്യാനം തീരുന്നതിന് മുമ്പ് ന്യൂസിലൻഡിൽ എല്ലാ ഡോക്യുമെൻറ്റ്സും എത്തിയെന്ന സന്തോഷ വാർത്തയാണ് സഹോദരിക്ക് കൈമാറുന്നത്.
പ്രിയമുള്ളവരെ, സമയച്ചുരുക്കത്തിൻ്റെ അമ്മയെന്ന് നാം വെറുതെ പറയുന്നതല്ല, സഞ്ചാരി മാതാവെന്ന് നാം വെറുതെ പറയുന്നതല്ല. അത് വിശ്വാസത്തോടെ അറിഞ്ഞാഗ്രഹിച്ച അമ്മയുടെ സന്നിധിയിലേക്ക് ആ നിയോഗത്തോടു കൂടിയാണ് നിങ്ങൾ സമർപ്പിക്കുന്നതെങ്കിൽ ഏത് അസാധ്യമെന്ന് കരുതുന്ന കാര്യത്തെയും അമ്മ മാതാവ് തിരുക്കുമാരന് കൊടുത്ത് നമുക്ക് അനുഗ്രഹത്തിനുള്ള വഴിയായി മാറ്റിത്തരും. അതിൻ്റെ സാക്ഷ്യമാണ് ഈ സഹോദരി ഈ അൾത്താരയിൽ പങ്കുവയ്ക്കുക. ഈ കുടുംബത്തിന് ലഭിച്ച ഈ നന്മകളെ ഓർത്ത് അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.